നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. പലപ്പോഴും നമ്മൾ ഈ അച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് നന്നായിട്ട് തിക്കി കയറ്റിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ കൈക്കൊക്കെ വേദന എടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രായമുള്ള ആളുകൾക്കും അതല്ല തിരക്കുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കൈകൾക്കും കാലുകൾക്കൊക്കെ ബലക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സാധനം വളരെ യൂസ്ഫുൾ ആകുന്നതിന് സംശയമില്ല. നമ്മളത് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 6 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രൂ ആണ്. സ്ക്രൂവിൻ്റെ മേളിൽ നമ്മളൊരു എൽ ഷേപ്പിൽ ഒരു ചെറിയ കമ്പി ഇട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ മേളിൽ കറക്കാൻ വേണ്ടി ചെറിയൊരു റൗണ്ടിൻ്റെ പീസ് ഇരുമ്പിൻ്റെ പീസാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇത് താഴേക്ക് ഇറങ്ങി വരും. തിരിച്ച് നമ്മൾ പൊക്കി കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലാക്കാമായിരുന്നു. അങ്ങനെ ആക്കാത്തതിൻ്റെ മെയിൻ കാര്യം നമുക്ക് പല ടൈപ്പിലുള്ള അച്ചുകൾ നമുക്ക് ഇതേ യൂസ് ചെയ്യാം എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 പോർഷനിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലാമ്പ് പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ടൈറ്റ് ആകുകയും ചെയ്യും, ലൂസ് ആകുന്ന സമയത്ത് ഇത് പുറത്തോട്ട് ചാടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പിലുള്ള അച്ച് വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം. ഈ ടൈപ്പ് അച്ച് യൂസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് അച്ച് യൂസ് ചെയ്യാം. ഏത് ടൈപ്പ് അച്ച് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. സാധാരണ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മാവ് നിറച്ച് ഇതിന് മേളിൽ വെക്കുന്നു. മേളിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഡയറക്റ്റ് നമ്മൾ ഇതേലല്ല വെക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഇതിന് മുകളിൽ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ എൻ്റെ മേൽഭാഗത്തിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ കറക്കുന്ന സമയത്താണിത് താഴേക്ക് പോകുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ ഒരു ചെറിയൊരു പീസ് ഇരുമ്പിൻ്റെ പീസോ മറ്റേതെങ്കിലും പീസ് നമ്മൾ ഉപയോഗിച്ചാൽ മതിയാകും. വെച്ച സമയത്ത് ഇതിങ്ങനെ താഴോട്ട് പോവുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനം തന്നെയാണ്. ഇതിന് മേൽവശത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു ബെയറിംഗ് ആണ്. ഇതിപ്പോൾ ഹാൻഡ് കട്ടറിൻ്റെ ഏറ്റവും തുഞ്ചത്ത് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം മേൽഭാഗം കറങ്ങുമ്പോഴാണ് ഇത് താഴേക്ക് വരുന്നത്. ഇതുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കിടന്ന് കറങ്ങുകയും ചെയ്യും. നമ്മുടെ അച്ചിൻ്റെ മേൽഭാഗത്ത് കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 150 രൂപ 200 രൂപയുടെ താഴെ അതിന് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പം ഈ സാധനം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വെൽഡിങ് അറിയാവുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഇത് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.